പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. മത്തായി 25 അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്തൊരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചുവെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്നു, വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു. യജമാനനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു. യജമാനനെ, നീ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു. ഭയപ്പെട്ടു ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റെ ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പിൻ. പ്രിയരെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാളിൽ കർത്താവ് നിന്നെ ഏൽപ്പിച്ച ചില കാര്യങ്ങളില്ലേ, അതിലൊക്കെ നീ വിശ്വസ്തനായിരുന്നിട്ടുണ്ടോ? ഇവിടെ വചനത്തിൽ താലന്തുകളെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നിനക്ക് കിട്ടിയ യേശുവിന് നീ എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്? നിന്നിലൂടെ വരേണ്ട ആത്മാവിൻ്റെ ഫലങ്ങൾ എത്ര പേർക്ക് ഭക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇവിടെ വചനത്തിൽ 3 വ്യക്തികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ വ്യക്തിക്ക് 5 താലന്ത് കൊടുത്തു, അവനത് ഇരട്ടിയായി സമ്പാദിച്ച് യജമാനെ ഏൽപ്പിച്ചു. രണ്ടാമത്തെ വ്യക്തിയും 2 താലന്തിനെ ഇരട്ടിയായി സമ്പാദിച്ച് യജമാനെ ഏൽപ്പിക്കുവാനിടയായി. എന്നാൽ 3-ാമത്തെ വ്യക്തി എന്താ ചെയ്തേ? കിട്ടിയ താലന്ത് മുഴുവൻ വ്യാപാരം ചെയ്യാതെ കൊണ്ട് കുഴിച്ചിട്ടു. അത് യജമാനന് അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുവാനിടയായി. എന്നാൽ ഇരട്ടിയായി താലന്തുകളെ നേടിയവരെ കർത്താവ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുവാനിടയായി. താലന്ത് കുഴിച്ചിട്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നവനെ കർത്താവ് എന്താ വിളിച്ചേ? ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നാ വിളിക്കുവാനിടയായി. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്ത് നോക്കിയേ. നിനക്ക് ദൈവം തന്ന ചില താലന്തുകളെ കുഴിച്ചിട്ടേക്കുവാണോ, അതോ നീ വ്യാപാരം ചെയ്യുന്നുണ്ടോ? നിന്നെ ദൈവം ആക്കുന്ന ഇടങ്ങളിൽ നീ വിശ്വസ്തനായിരിക്കുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി നീ ചെയ്യുന്ന കാര്യങ്ങളിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ നിനക്ക് പറ്റുന്നുണ്ടോ? പ്രിയരെ, ദൈവം വിശ്വസ്തൻ. നീ അവിശ്വസ്തത കാണിച്ചാലും ദൈവം വിശ്വസ്തനായിരിക്കുന്നു. ഇനിയുള്ള നിന്റെ ജീവിതം കർത്താവിൽ വിശ്വസ്തനായി ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.